വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ നല്ല റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. UDF ക്യാമ്പുകൾ എല്ലായിടത്തും സംസ്ഥാനത്തൊട്ടാകെ വളരെ ആഹ്ലാദഭരിതമാണ്. വളരെയധികം അനുകൂലമായ ഒരു ട്രെൻഡാണ് എന്നാണ് UDF പ്രവർത്തകർ മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ വേങ്ങരയൊക്കെ, അങ്ങനെയായിരുന്നു വിലയിരുത്തിയത്. പക്ഷേ അവിടെയൊക്കെ ഇപ്പം നിലവിൽ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോൾ ശതമാനം കുറവാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ഭൂരിപക്ഷത്തിൽ കൂടും. ശതമാനം നോക്കണ്ട, ഭൂരിപക്ഷത്തിൽ പിന്നെ വലിയ ഭൂരിപക്ഷം വേങ്ങരയിലുണ്ടാകും. UDFിൻ്റെ വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. UDFിൻ്റെ വോട്ട് മുഴുവൻ പോലെ മലപ്പുറം വേങ്ങരയൊക്കെ ഉള്ള സ്വഭാവം അത് തന്നെയാണ്. വളരെ പിന്നെ വലിയ പോളിംഗ് ശതമാനമൊന്നും കാണില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പുറത്തുള്ളവരൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ നല്ല ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഈ മലപ്പുറം ജില്ലയിൽ UDFിൻ്റെ ട്രെൻഡാണ്. അത് എവിടെയും ഒരു വ്യത്യാസവും കാണില്ല. പൊന്നാനിയിലെ പോളിംഗ് ശതമാനം കുറയുന്നത് UDFിന് അനുകൂലമായൊരു സാഹചര്യമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് പിന്നെ അതിനെപ്പറ്റിയൊക്കെ പല വ്യാഖ്യാനമുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. മലപ്പുറം ജില്ലയിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും UDFിൻ്റെ ട്രെൻഡാണ്, വിജയം ഉണ്ടാവും. ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോഴേ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100+ സീറ്റുകളൊക്കെ UDFിന് ഉണ്ടാകുന്നപ്പോൾ വിലയിരുത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റവും ജനറലി നോക്കുമ്പോൾ UDFിൻ്റെ ഒരു ട്രെൻഡ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് സീറ്റ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ കണക്കൂട്ടിയാൽ ഈ പറഞ്ഞ 90, 95, 100 അത്രയും സീറ്റുകൾ വരാം. ഓക്കെ. ഒരു പാലക്കാട് ചിറ്റൂരിലൊരു സംഭവം ഉണ്ടായി. ഒരു BJP സ്ഥാനാർത്ഥിയുടെ FP പോസ്റ്റ് ഇടത് മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഡീലിൻ്റെ ഒരു വ്യക്തമാകുന്ന തെളിവല്ലേ? ചിറ്റൂരിലെ BJP സ്ഥാനാർത്ഥിയാണ് രാവിലെ LDF സ്ഥാനാർത്ഥി. ഡീലുണ്ടെന്നുള്ളത് നമുക്ക് ഇപ്പോൾ ക്യാമ്പയിൻ കാലത്ത് തന്നെ തെളിഞ്ഞതാണല്ലോ. അതിൻ്റെ കൂടുതൽ എവിഡൻസ് പുറത്തേക്ക് വരും. പക്ഷേ അതിനെയും മറികടക്കുന്ന ട്രെൻഡാണ് സംസ്ഥാനത്ത്. അതുകൊണ്ട് കാര്യമൊന്നും കിട്ടൂല ഡീൽ കൊണ്ടും. ഓക്കെ. കണക്കുകൂട്ടലുകളും വിലയിരുത്തലുകളും തന്നെ ഉണ്ടാവും അതോ? അല്ല, എല്ലാം സാധ്യമല്ല. എല്ലാം നാളത്തേക്കൊക്കെ പറ്റുള്ളൂ. കാരണം പോളിംഗ് ശതമാനമൊക്കെ ഒഫീഷ്യലി വരുമ്പോഴും റിപ്പോർട്ടുകൾ മുഴുവൻ വരുമ്പോഴും ഒക്കെ നാളെയൊക്കെ ആവും. ഇന്നിപ്പോൾ ഉള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ പ്രവർത്തകന്മാരിരുന്നും ബൂത്തുനിന്നും ഒക്കെ കിട്ടുന്ന റിപ്പോർട്ടുകളാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുഴുവൻ കരുതിയതിനേക്കാൾ പോസിറ്റീവാണ്.